Hello everyone, welcome back to Raj Talks Ard 3 Part 1. Writer, director Mithun Manuel Thomas, the captain of the ship. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി എക്സ്പീരിയൻസ്. സീൻ ആഫ്റ്റർ സീൻ ഭയങ്കര രസകരമായിട്ട് മുമ്പോട്ട് പോകുന്ന, എവിടെയും ലാഗ് അടിക്കാത്ത, എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 45 മിനിറ്റോളം അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. ഡ്യൂറേഷൻ പോലും ഓർമ്മയില്ല. അമ്മാതിരി രീതിയിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് പോകുന്ന ഓരോ സംഭവ വികാസങ്ങൾ, അത് രസമുണ്ട്. ഇതിനകത്ത് ഒരു ടൈം ലൈനും പരിപാടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പിടുത്തം തരാത്ത രീതിയിൽ തന്നെ ആദ്യത്തെ നറേഷനിലൂടെ കൊണ്ടുപോയിട്ട് ആദ്യം ഒരു വേറെ ഫ്യൂച്ചറിസ്റ്റിക് ടൈം ലൈനിൽ നിന്ന് ഒരാൾ വന്ന്, അതായത് ഇന്ദ്രൻ സേട്ടനും കുറച്ച് ക്യാരക്ടറും വന്ന് നമുക്കതിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് അതിലേക്ക് ഇന്നാക്കിയതിന് ശേഷം സ്വിച്ച് ചെയ്യുകയാണ്. റിയൽ ടൈമും പല ടൈം ലൈൻസും കാര്യങ്ങളുമായിട്ടൊക്കെ സ്വിച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി. ഓൾറെഡി നമ്മൾ ഒരുപാട് ഹോളിവുഡ്, ബോളിവുഡ് എല്ലാ സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ടൈം ലൂപ്പ് സിനിമകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും പുതിയതായിട്ട് ഓഫർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ കഥാഖ്യാന രീതി എടുത്ത് വെച്ചിരിക്കുന്ന ഡയറക്ഷണൽ രീതിയിലൊക്കെ മിഥുൻ മാനുവൽ തോമസ് നല്ല രീതിയിൽ എക്സൽ ചെയ്തിട്ടുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം അവസാനം ഇറങ്ങിയ ഇപ്പോൾ ടർബോയുടെ റൈറ്റിംഗ് ആണെങ്കിലും ഗരുഡനും പുള്ളിയാണ് റൈറ്റർ എന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്തെ DNA പോലുള്ള ബേസിക് കാര്യങ്ങളിലെ പുള്ളിയുടെ പാളിച്ചകളും, അഞ്ചാം പാതിര എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ചാം പാതിര കഴിഞ്ഞിട്ടുള്ള ഒസ്ലറിൻ്റെ കാര്യമാണ് പറയാൻ വന്നത്. അതിൽ ഒന്നും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിയിട്ടില്ല. ടർബോ ആണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതിനകത്തെ ബാങ്ക് സ്കാമൊക്കെ വളരെ പെരിഫറലായി എന്തൊക്കെയോ പറഞ്ഞു പോയതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ആട് ഫ്രാഞ്ചൈസിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത എല്ലാവരുടെയും മനസ്സിലുള്ള അറക്കലബു, പാപ്പൻ, ഡ്യൂഡ്, സാത്താൻ സേവിയർ, അങ്ങനെ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് BGM. ഇതിനകത്തൊക്കെ അതൊക്കെ ഒരു രക്ഷയില്ല. ഹൈ ഗൂസ് ബംസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം വാട്ട് എ തിയേറ്റർ എക്സ്പീരിയൻസ്. അങ്ങനത്തെ ഒരു സാധനം ഇതൊരു OTT വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റ് വാച്ച് എന്ന് പറയുന്നത് തിയേറ്ററിൽ ചിരികൾക്കിടയിൽ മുങ്ങിപ്പോയ ഒരുപാട് കോമഡികൾ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും പാപ്പൻ്റെ ക്യാരക്ടറിൻ്റെയൊക്കെ മാനറിസം, പാപ്പനൊക്കെ ഒരു കാട്ടിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു സ്വാമിയെ കാണുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ലാസ്റ്റ് ആ സീന്, ഒരു കൊഞ്ഞനം കുത്തുന്ന സീനുണ്ട്. കൊഞ്ഞനം കുത്തുന്ന സീനിലൊക്കെ എന്ത് തമാശ ഉണ്ടാക്കാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടു നോക്കുക. അസാധ്യ പരിപാടിയാണ്. ഡ്യൂഡ് ആദ്യം കാണിക്കുമ്പോൾ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ഫീലാണ്. പക്ഷേ ഡ്യൂഡിനൊരു സ്പെഷ്യൽ ഇൻട്രോ പരിപാടി കൊടുത്തിട്ടുണ്ട്. ഈ BGM ഒക്കെ ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. വേറെ പുതിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ട്രെയിലറിൽ കാണിക്കുമ്പോൾ ഈ ഗൺ ഷോട്ട് ഫയർ ചെയ്യുന്ന രീതിയൊക്കെ എടുത്തിരിക്കുന്നതൊക്കെ രസമുണ്ട്. അതൊരു ഹിന്ദി സിനിമ, സൂര്യവംശി എന്ന് പറഞ്ഞിട്ട് ഹിന്ദി സിനിമയുടെ ട്രെയിലറിൽ ഇതുപോലെ ആ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. രസമാണ്. ഇതിനകത്ത് വരുമ്പോൾ ഇവരുടെ രീതിയിലാണ് ട്രെയിലറിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ആ പുള്ളിക്കാരി വന്നിട്ട് ഒരു പോർച്ചുഗൽ ക്യാരക്ടറാണ്. ഭയങ്കര ഒരു ട്രെയിൻഡ് ഫൈറ്ററും കാര്യങ്ങളും, ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. അവർ നെക്സ്റ്റ് പാർട്ടിൽ ഒരു അസറ്റ് ആയിരിക്കും. നന്നായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവരൊരു ട്രെയിൻഡ് ഫൈറ്റർ ആയിരിക്കണം. അടിപൊളിയാണ് അവരുടെ സ്ക്രീൻ പ്രസൻസ്. ഓറ ജയസൂര്യയുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ജയസൂര്യ മാസും മണ്ടത്തരവും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത്, അത് ഇതിനകത്തെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. ജയസൂര്യ ഒരു പടി മുകളിലാണ്. എനിക്ക് പാപ്പൻ്റെ മാനറിസവും കാര്യങ്ങളും ഒക്കെ പുള്ളി ആദ്യത്തതിലും രണ്ടാമത്തതിലും കൊടുത്തതിൽ തേർഡിലെത്തുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഒട്ടും ഓവറാക്കാതെ വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്, അബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. ഇതൊരു തിയേറ്റർ വാച്ചായിട്ട് എനിക്ക് തോന്നി. എനിക്കൊരൊറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പത്മനാഭ തിയേറ്ററിലാണ് തിരുവനന്തപുരത്ത് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ ഈ സൗണ്ട് സിസ്റ്റത്തിന് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട്, ഈ ബാഹുബലിയിൽ മഹേന്ദ്ര ബാഹുബലി നടന്നു വരുന്ന ഒരു സീനിലൊക്കെ ഈ തറ വിറയ്ക്കുന്ന സീനുണ്ടല്ലോ, അതുപോലെയായിരുന്നു അവിടുത്തെ ഓഡിയോ. കാതടിച്ചു പോയി. പക്ഷേ എങ്കിലും ഈ പടത്തിൻ്റെ ഒരു ടോട്ടൽ ഹൈയിൽ ആ സംഭവങ്ങളൊക്കെ മറന്നുപോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആപ്പിൾ വാച്ചിൽ ഇങ്ങനെ വരും, എൻവയൺമെൻറ്റ് ശരിയല്ല, 90 ഡെസിബിൾസിൽ എബോവ് ആണ് നിങ്ങളിരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ ആകെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തും ആടില്ല. ഞാൻ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല, വിച്ച് ഇസ് നോട്ട് എ നെഗറ്റീവ്. ആകെ മൊത്തത്തിൽ വൈബ് പടം. ഇതിൻ്റെ സാധാരണഗതിയിൽ ഒരു ക്ലിഫ് ഹാങ്ങർ സിറ്റുവേഷനിൽ ഒരു പടം എൻഡ് ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇതൊരു മാതിരി പറ്റിക്കലായിപ്പോയി, ഈ കഥ കുറച്ചുകൂടെ പറഞ്ഞിട്ട് നിർത്താമായിരുന്നു. ഇത് പക്ഷെ കറക്റ്റായിട്ടാണ് ഇത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അടുത്ത ഇതിന് പറയാനുണ്ട്. ആട് 3 പാർട്ട് 2 എന്ന് പറയുന്നത് ദ വാർ ബിഗിൻസ് എന്ന് പറയുന്നതിനടുത്ത് പറയാനുണ്ട്, സംഭവം ഇருக்கு. സോ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ്.